ഈ സ്റ്റുഡൻ്റായിട്ട് വന്നു, 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ 2 വർഷത്തെ സ്റ്റേ ബാക്ക് ടൈമിൽ തന്നെ ഇപ്പം നിങ്ങൾക്കൊരു എംപ്ലോയറിനെ കിട്ടുകയാണ്, നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി PR-ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു എംപ്ലോയറിനെ കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി അല്ലേ? അങ്ങനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ റിമോട്ട് ലൊക്കേഷൻസിലൊക്കെ വെച്ച് 1-2 ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. കാരണം അവിടുത്തെ ഒരു എംപ്ലോയർ എന്നെ സ്പോൺസർ ചെയ്തു. അപ്പോൾ എനിക്ക് PR കിട്ടാൻ വേണ്ടി ഇവിടെ ഇത്ര വർഷം എനിക്ക് ഒന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് PR കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ റിമോട്ട് ലൊക്കേഷൻസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ ഈ ഔട്ട് ബാക്കിലൂടെയൊക്കെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കിനും നമ്മൾ ഓരോ 100 കിലോമീറ്റർ കൂടുമ്പോഴും ഒരു മോട്ടലുണ്ടാവും. അവിടെ ഒരു മോട്ടലും ഒരു പെട്രോൾ പമ്പും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ പിന്നെ അടുത്ത 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ ഓരോ 100 കിലോമീറ്റർ കാണുന്ന പെട്രോൾ പമ്പിലും അവിടെ ഞാനൊരു ഇന്ത്യക്കാരനെ കാണും. ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ 5 പേരുണ്ട്, അതിൽ 4 പേര് ഇന്ത്യക്കാരാണ്. ഞങ്ങൾ റിമോട്ട് ലൊക്കേഷനിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അതായത് PR കിട്ടും, പെട്ടെന്ന് PR കിട്ടും. പിന്നെ റിമോട്ട് ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ടാക്സ് ബെനിഫിറ്റ്സ്, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റുകൾ ആ സമയത്തുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് PR കിട്ടി, അവിടെ അത്രയും വർഷം നിന്ന് ജോലി ചെയ്തു, എന്നിട്ട് ദേ വിൽ മൂവ് ടു സം അതർ പ്ലേസ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതിനുവേണ്ടി പോകാനായിട്ട് നമ്മൾ ഇന്ത്യക്കാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വി ആർ സോ ഗുഡ് അറ്റ് ഇറ്റ് അല്ലേ? അബ്സല്യൂട്ട്ലി. നമ്മൾ എംപ്ലോയർ സ്പോൺസേർഡ് പെർമനന്റ് റെസിഡൻസിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ഒരു എലിജിബിൾ ആയിട്ടുള്ളൊരു എംപ്ലോയർ വേണം, ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് സാലറി കൊടുത്തിരിക്കണം. അതായത് ഈ എക്സ്പ്ലോയിറ്റേഷൻ പറ്റില്ല. ഇവിടെ ഫെയർ വർക്ക് എന്ന് പറഞ്ഞ ഫെയർ വർക്ക് ആക്ട് എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ലെജിസ്ലേഷനാണ്. ഇതിനനുസരിച്ച് നമുക്കൊരു സ്പെസിഫിക് സാലറി കൊടുത്താൽ മാത്രമേ ഒരു എംപ്ലോയറിന് ഒരാളെ നമുക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇതിൽ നമുക്ക് രാജ്യത്തു നിന്നും ഒരാളെ പെർമനന്റ് റെസിഡന്റിനെയോ സിറ്റിസണിനെയോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നും നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ നമുക്ക് ആദ്യം ടെമ്പററി റെസിഡൻസി, അവിടുന്ന് പെർമനന്റ് റെസിഡൻസി കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇതിവിടെ ഒരുപാട് സ്കിൽ ഷോർട്ടേജസ് ഉണ്ട്. ഇവിടെ ഒരു ബിസിനസ്സിന് നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ വേണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സ്പോൺസർ ചെയ്യാൻ റെഡിയായേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു പാത്ത് വേ എംപ്ലോയർ സ്പോൺസർഷിപ്പ് വഴി ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നാൽ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം ഇവിടെ ഓൾറെഡി ദേ ഗോട്ട് ദാറ്റ് എക്സ്പോഷർ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് ഇവിടുത്തെ ഒരു എംപ്ലോയറിന് ഇഷ്ടപ്പെട്ടാൽ ആ ഒരു സ്ഥാപനം വഴി നമുക്ക് സ്പോൺസർ ചെയ്ത് അങ്ങനെ പെർമനന്റ് റെസിഡൻസ് ലഭിച്ച കുറേ ആൾക്കാരെ ഇപ്പോൾ ശുചിത്വം കണ്ടിട്ടുണ്ട്. റിമോട്ട് ഏരിയാസിലൊക്കെ വളരെയധികം ഉണ്ട്.